ഹായ് ഓട്ടോമൊബൈൽ ഫാൻസ്, വെൽക്കം ടു മൈ വീഡിയോ ഓൺ ഇന്റർകൂളർ ക്ലീനിങ്. ടർബോ ചാർജറിൽ കംപ്രസ് ചെയ്ത് വരുന്ന എയറിന്റെ ഡെൻസിറ്റിയും ടെമ്പറേച്ചറും കുറയ്ക്കുക എന്നുള്ളതാണ് ഇന്റർകൂളറിന്റെ ഫംഗ്ഷൻ. ഫിയറ്റ് മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ വണ്ടികൾ പീരിയോഡിക് സർവീസ് ആൻഡ് മെയിൻ്റെനൻസിന് ഡീലർഷിപ്പിൽ ചെല്ലുമ്പോൾ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യാനുള്ള വർക്കാണ് ഇന്റർകൂളർ ക്ലീനിങ്. ഇന്റർകൂളറിൽ ഓയിലിന്റെ പ്രസൻസ് കൊണ്ട് എയർ ഫ്രീ ആയിട്ട് മൂവ് ആകാതിരിക്കുക, വണ്ടിക്ക് പിക്കപ്പ് കുറവ്, അതേപോലെ ബ്ലാക്ക് സ്മോക്കും ഉണ്ടാവാം. റിറ്റ്സ് ഡീസൽ വെഹിക്കിളിൽ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. വളരെ നിസ്സാരം ടൂൾസും കൺസ്യൂമേഴ്സും ആണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഇതിനായിട്ട് നമുക്ക് ബമ്പർ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബമ്പറിൻ്റെ ടോപ്പിൽ 4 ഹെക്സാൻ്റെ ബോൾട്ടും 2 ബട്ടനുമാണ് ഉള്ളത്. ബമ്പറിൻ്റെ സൈഡിൽ 2 സ്റ്റാറിൻ്റെ സ്ക്രൂവും വരുന്നുണ്ട്. ബമ്പറിൻ്റെ സൈഡിൽ സ്റ്റാറിൻ്റെ സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബമ്പർ ഹോൾഡറിൽ നിന്ന് സൈഡ് പുള്ള് ചെയ്തെടുക്കാം. ബമ്പർ ഫ്രീ ആയിട്ട് ഫ്രണ്ടിലോട്ട് പുള്ള് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻ്റർകൂളറാണ് ഈ കാണുന്നത്. ഹെക്സാൻ്റെ ഒരു ബോൾട്ടും 2 ഹോസ് ക്ലിപ്പും ആണ് വരുന്നത്. 8ൻ്റെ സ്പാനർ വെച്ചോ മൈനസ് വെച്ചോ നമുക്കിത് അഴിക്കാൻ പറ്റും. നമുക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർകൂളർ പുറത്തേക്ക് എടുക്കാം. 150 ml മണ്ണെണ്ണയോ ഡീസലോ അതിലേക്ക് ഒഴിക്കുക. ഷെയ്ക്ക് ചെയ്യുക. ഇത് നമുക്ക് പാനിലോട്ടോ മറ്റോ മാറ്റാം. റിപ്പീറ്റ് ചെയ്യുക പ്രോസസ്സ്. ഈ ഡീസൽ അസാഡസ് ആയതുകൊണ്ട് തന്നെ മണ്ണുമായിട്ട് മിക്സ് ആക്കാതിരിക്കുക. ക്ലീനായി വരുന്നത് കാണാൻ പറ്റും. ഡീസൽ കംപ്ലീറ്റ് ഡ്രൈനായി പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. കംപ്രസ്ഡ് എയർ അവൈലബിൾ ആണെങ്കിൽ ഫിൻസും ഡീസലിൻ്റെ പ്രസൻസും ക്ലീൻ ആക്കാം. ലെഗുകൾ നോക്കി വേണം നമ്മൾ റീഫിക്സ് ചെയ്യാനായിട്ട്. ഡീസലും കോട്ടൺ വേസ്റ്റും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബമ്പറിലെ കരി ക്ലീൻ ചെയ്യാവുന്നതാണ്. ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഇൻഫോർമേറ്റീവ്. പീരിയോഡിക് സർവീസ് ആൻഡ് മെയിൻ്റനൻസ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.